നമുക്കിന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. നമ്മുടെ ബോണ്ട തന്നെയാണ്, പക്ഷേ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബോണ്ടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മളെപ്പോഴും പൊട്ടറ്റോ മാത്രം ഉപയോഗിച്ചിട്ടല്ലേ ബോണ്ട ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോണ്ടയാണ്. കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബോണ്ടയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ വ്യത്യാസമുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് അങ്ങോട്ട് വ്യത്യാസമൊന്നുമില്ല. ആ ഒരു ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രാവിലെ കറിക്കോ എന്തിനെങ്കിലും കുക്ക് ചെയ്ത ഗ്രീൻ പീസ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്തോളൂ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കാൻ മാത്രമല്ലേ നമുക്ക് സമയം പോകുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെജിറ്റബിൾസ് എപ്പോഴും റെഡി ആയിരിക്കും. ഫ്രഷ് ആയിട്ട് നമുക്ക് പോയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉടനെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഗ്രീൻ പീസ് കുക്ക് ചെയ്ത് വെക്കാൻ മാത്രമേ സമയം എടുക്കുള്ളൂ. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ ബോണ്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ബോണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടി വേവിച്ചിട്ട് തൊലി മാറ്റിയെടുത്തതാണ്. പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. സവോളയും ഒരെണ്ണം അതുപോലെ തന്നെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് സാധാരണ നമ്മൾ ഗ്രീൻ പീസ് കറിക്കൊക്കെ കുക്ക് ചെയ്യില്ലേ, അതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് എത്ര എരിവ് വേണം ബോണ്ടയ്ക്ക് എന്നുള്ളതനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ മസാലയാണ് റെഡിയാക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുക. ബാറ്ററൊക്കെ ഏകദേശം സെയിം തന്നെയാണ് നമ്മുടെ സാധാരണ പൊട്ടറ്റോ ബോണ്ടയുടെ. ഈ മസാലയിലാണ് കുറച്ച് വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മസാല റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത് ഓപ്ഷണലാണ്. ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 2 പിഞ്ച് കായപ്പൊടി. ആ കായത്തിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നമ്മുടെ ബോണ്ടയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അതിനാണ് നമ്മളിപ്പോൾ കായപ്പൊടി ചേർക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇഞ്ചിയും ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും ക്യാരറ്റും പച്ചമുളകും ചേർക്കാം. ക്യാരറ്റ് നമ്മൾ കുക്ക് ചെയ്തതല്ല, ഉരുളക്കിഴങ്ങ് മാത്രമേ കുക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് ഇത്രയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ക്യാരറ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ക്യാരറ്റ് കടിക്കാൻ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് കുക്ക് ചെയ്യാതെ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ കട്ട്ലറ്റിൽ ചേർക്കുന്ന പോലെ തന്നെ ക്യാരറ്റ് ഒന്ന് ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചിട്ട് മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ ആ ഒരു എരിവേ ഉണ്ടാവുള്ളൂ നമ്മുടെ ബോണ്ടയ്ക്ക്. പിന്നെ ക്യാരറ്റിൻ്റെ എണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. ഗ്രീൻ പീസിൻ്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ബീൻസ് ആഡ് ചെയ്യാം, ബീട്രൂട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ കറിവേപ്പില ഒന്നതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നേ ഉള്ളൂ, മല്ലിയില ചേർക്കുന്നില്ല. മല്ലിയിലയും കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് മല്ലിയില കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സവോളയും ക്യാരറ്റും കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇത്രയും കുക്ക് ചെയ്യുന്നുള്ളൂ. ഇനിയും കൂടുതൽ കുക്കാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
പിന്നെ ഗരം മസാലപ്പൊടിയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഗരം മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ തന്നെ ആഡ് ചെയ്യാം കേട്ടോ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. ഞാൻ ഗ്രീൻ പീസ് ഉപ്പ് മാത്രം ചേർത്ത് കുക്ക് ചെയ്തെടുത്താണ്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ പീസ് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മുടെ ഡ്രൈ ഗ്രീൻ പീസ് ഇതുപോലെ കുക്ക് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് പതുക്കെ ഉടച്ച് ചേർക്കുക. നമുക്കിതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഉപ്പ് കുറവായിരിക്കും, അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യേണ്ടി വരും. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. അപ്പോൾ മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഉടനെ തന്നെ മല്ലിയിലയും കൂടി ചേർക്കുക. പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കണം. ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. വലിയ പീസുകൾ വരുന്നതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോൾസ് ഉരുട്ടിയെടുക്കുമ്പോൾ വലിയ പീസുകൾ ഉണ്ടെങ്കിൽ ആ കറക്റ്റ് ഷേപ്പായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മസാലയുടെ ചൂട് മാറിയിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാറ്റർ റെഡിയാക്കാനായിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത് അപ്പത്തിൻ്റെ പൊടിയാണ്, വറുത്തരിപ്പൊടി, അത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്, 1/2 ടീസ്പൂൺ. പിന്നെ നമ്മുടെ ബാറ്റർ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് നമ്മൾ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുക. പിന്നെ ഒരു 2 പിഞ്ച് കായപ്പൊടിയും ആഡ് ചെയ്യുക. ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പൊട്ടറ്റോ ബോണ്ടി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അയമോദകമൊക്കെ ചേർക്കാറുണ്ട്. ഇതിലേക്ക് അയമോദകമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ ബോണ്ടയുടെ മാവ് മിക്സ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിതാ നമ്മുടെ ബാറ്റർ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കോട്ടിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടി ലൂസായിട്ട് മിക്സ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബോൾസ് റെഡിയാക്കി എടുക്കാം. കണ്ടോ? അപ്പോൾ ഒരു ചെറിയ വലിപ്പത്തിൽ, അധികം വലിപ്പമില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അധികം വലിപ്പമില്ലാതെ ഉണ്ടാക്കാം. ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ബോൾസ് റെഡിയാക്കിയിരിക്കുന്നത്, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. നന്നായിട്ട് ചൂട് കുറഞ്ഞിട്ട് മാത്രം ഉരുട്ടുക, ഇല്ലെങ്കിൽ കൈകൊള്ളും. അത്രയേ ഉള്ളൂ, വേറൊന്നും പറ്റില്ല. ഉരുട്ടിക്കോളും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉരുട്ടുമ്പോൾ വേഗം തീരും. ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുത്ത് ഉരുട്ടിയെടുക്കേണ്ടി വരും. അത്രയും വലിയ ബോൾ മതിയോ? ഇച്ചിരി കൂടെ കുറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച് ചേർന്ന കാര്യങ്ങൾക്ക് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ പറ്റില്ല, ഒരേ വലിപ്പത്തിൽ തന്നെ വേണം. നോക്കി അവിടെ വെച്ച് നോക്കിയേ, നോക്കിയേ. ഒരു മരത്തിലേ പല വലിപ്പത്തിലുള്ള നാരങ്ങ ഉണ്ടാവും, അറിയാമോ? അത് അറിയാൻ പാടില്ല. മരമായി അങ്ങനെ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. നാരങ്ങയുടെ വലിപ്പത്തിൽ എടുക്കാനാ പറഞ്ഞത്. അതെ, ഒരു മരമായി അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. മരം ആകുമ്പോഴത്തേക്ക് ഒരേ വലിപ്പത്തിലുള്ള നാരങ്ങ മാത്രമേ ഉണ്ടാകുമ്പോൾ. ഇതെന്ത് നാരങ്ങ വലുതും ചെറുതായി പോയേ? ഇതെന്ത് വലുതും ചെറുതായി പോയേ? നാരങ്ങ ഡൈലിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതേ വലിയ പീസ് വരികയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എന്താവും, ഷേപ്പ് ആവും. ഓക്കെ. പിന്നെ ഞങ്ങളിവിടെ ബോണ്ടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബാറ്റർ അല്ലാതെ മൈദപ്പൊടിയുടെ ബാറ്റർ മാത്രം റെഡിയാക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും കിച്ചൂസിനൊക്കെ കടലമാവിൻ്റെ ബാറ്ററാണ് ഇഷ്ടം, ആ ഒരു കോട്ടിങ്ങാണ് ഇഷ്ടം. പക്ഷെ രാജീവേട്ടന് കടലമാവിൻ്റെ കോട്ടിങ്ങിനേക്കാൾ ഇഷ്ടം
മൈദയുടെ കൂട്ടി. ഞങ്ങൾ രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ കടലമാവിൻ്റെ കോട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതൊക്കെ ഒന്ന് ഉരുട്ടി തീർക്കട്ടെ, അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ ഞങ്ങൾ ബോൾസൊക്കെ റെഡിയാക്കി എണ്ണ ചൂടാക്കാൻ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബോണ്ട ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഞാൻ എപ്പോഴും ബോണ്ട ഫ്രൈ ചെയ്യുന്നത് ഇതുപോലെ ബാറ്ററിലേക്ക് നമ്മൾ എത്ര എണ്ണാണോ എണ്ണയിലേക്ക് ഒരേ സമയത്ത് ഇടാൻ പോകുന്നത് അത്രയും എടുത്തിട്ട് വയ്ക്കും ആദ്യമേ തന്നെ. എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയിലേക്ക് ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇട്ട് വയ്ക്കും. അതിനുശേഷം സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇതുപോലൊന്ന് ആ വിരലിൻ്റെ പോർഷൻ വരുന്നിടത്തൊന്ന് കുറച്ച് മാവൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അവിടെ കോട്ടിങ് കറക്റ്റായിട്ട് വരില്ല. സ്പൂൺ ഉപയോഗിച്ച് ഇടുകയാണെങ്കിൽ കുറച്ചധികം മാവ് നമ്മൾ എണ്ണയിലേക്ക് ഇടേണ്ടി വരും. അപ്പോൾ അത് ഏതാണോ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മസാലയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സാധാരണ ബോണ്ട ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ബോണ്ട ഫ്രൈ ആയി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോണ്ട ഇട്ടിട്ട് ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് അടുത്ത സൈഡിലേക്ക് പതുക്കെ തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ ബോണ്ടകളെല്ലാം നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷെയ്ഡ് ആയി വരുന്നത് വരെ എല്ലാ സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബോണ്ട നമ്മൾ വീണ്ടും അടുത്ത സൈഡിലേക്കൊക്കെ ഒന്ന് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആയി വരണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയും മതി. ഓവറായിട്ട് അങ്ങോട്ട് കളർ മാറിപ്പോകേണ്ട ആവശ്യമില്ല. കണ്ടോ, അധികം എണ്ണയൊന്നും വലിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട കുട്ടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. മുഴുവനും നമ്മളിപ്പോൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തിക്കായിട്ട് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല എരിവുള്ള തേങ്ങ ചട്നിയുടെ കൂടെ കഴിക്കാം. അതുപോലെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ടൊമാറ്റോ സോസും ചില്ലി സോസും മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഏതാണോ താല്പര്യം, സോസാണോ ചട്നിയാണോ താല്പര്യം ഉള്ളതെന്നനുസരിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ബോണ്ട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു സാധാരണ ബോണ്ടയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഒരു ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതാ നമ്മുടെ ബോണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ പുറം നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിക്കില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.